കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. ഉളിക്കൽ വയത്തൂർ പാലത്തിൽ വാഹനം ഒഴുക്കിൽപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെട്ടു. രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ വയത്തൂർ പാലത്തിലൂടെ പോകുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുള്ളവരെ എങ്ങനെയാണ് രക്ഷിക്കാനായത് രാഹുൽ? മോത്തി, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ നിന്നും ആശ്വാസത്തിൻ്റെ വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ, പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് അന്തരീക്ഷം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പകൽ രാത്രിയിൽ ഇടവിട്ടും അതിശക്തമായ മഴയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പെയ്തിരുന്നത്. വയത്തൂർ പാലത്തിന് ചെറിയൊരു ചപ്പാത്താണ്, അതിന് മുകളിലൂടെ ഇപ്പോഴും വെള്ളം ഒഴുകുകയാണ്. അവിടെയാണ് പുലർച്ചെ 4 മണിയോടുകൂടി അപകടം സംഭവിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ പോകുന്നവരാണ് അപകടത്തിൽപ്പെട്ടവർ. ഓട്ടോ ടാക്സിയാണ്. 3 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ജോസ് കുഞ്ഞ്, അജിലേഷ്, അഭിലാഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഈ ഒഴുക്കിൽ, വെള്ളത്തിൻ്റെ ഒഴുക്കിൽ വാഹനം പുഴയിലേക്ക് മറിയുകയായിരുന്നു. 3 പേരും വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. 2 പേർ ആദ്യമേ തന്നെ കരക്ക് കയറി. അജിലേഷും ജോസ് കുഞ്ഞും. അഭിലാഷാണ് കുറച്ചു ദൂരം പുഴയിലൂടെ ഒഴുകിപ്പോയത്. പിന്നീട് കരയിലുള്ള വള്ളിപ്പടർപ്പുകളിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി ഇല്ല എങ്കിലും അവിടെ ഇരിട്ടിയിൽ തന്നെയുള്ള ആശുപത്രിയിലേക്ക് അഭിലാഷിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്തായാലും ഇങ്ങോട്ട് മഴയുടെ ശക്തി കുറഞ്ഞു എന്നുള്ളതും വളരെ ആശ്വാസകരമാണ്. യെല്ലോ അലേർട്ടാണ് ജില്ലയിലുടനീളം ഉള്ളത്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ജലാശയങ്ങളിൽ അതുപോലെ കുളങ്ങളിലൊക്കെ ജലനിരപ്പ് വലിയ അളവിൽ തന്നെ വർദ്ധിച്ചു നിൽക്കുന്നുണ്ട്. ആരും തന്നെ അവധി ദിനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ആഘോഷങ്ങൾക്ക് വേണ്ടി ജലാശയങ്ങളിലേക്ക് പ്രവേശിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതെല്ലാവരും പാലിക്കണം എന്നുള്ളത് തന്നെയാണ്, അപകടങ്ങൾ ഒഴിവാക്കാൻ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.